ഞാനും ലേശം രുചിച്ചോട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, രണ്ടാളും സേവിച്ചാൽ ഒടുവിൽ ഒരുമിച്ചൊരു രസത്തിലെത്തും. അല്ലെങ്കിൽ വേണ്ട, അങ്ങ് കഴിച്ചാ മതി. ഇന്നത്തെ ദിവസം അങ്ങയുടെ മാത്രമാണ്. എട്ട് വീടരുടെ യോഗങ്ങൾ കൂടുമ്പോഴും കുടിച്ച് ലക്ക് കിട്ടാണോ പോയിരിക്കുന്നത്? ഇതുപോലെ ലക്ക് കേട്ടോ? ഞാനോ? കുടിക്കും തോറും എനിക്ക് എന്റെ ബോധം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും, മഴവില്ല് പോലെ. അത് വെറുതെ, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനിച്ചു? വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയേ ഉള്ളൂ, പക്ഷേ അല്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ എന്നോട് എന്തിനു പറയണം? ഞാൻ അന്യല്ലേ? നമുക്ക് നമ്മൾ രഹസ്യങ്ങൾ വേണ്ട. സുഭദ്ര എന്റെ സ്വന്തമല്ലേ. എന്താ നീ അറിഞ്ഞ എട്ടുകൂടന്മാരുടെ തല ആകാശം ഇടിഞ്ഞു വീഴൂ? ഇത് നല്ല കൂത്ത്. വേണ്ട വേണ്ട, നിങ്ങളുടെ രാജകാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സുഭദ്ര ഇത് കേൾക്കണം, എന്റെ സമാധാനത്തിന് വേണ്ടി കേൾക്കണം. മാർത്താണ്ഡോർമ്മ മാങ്കോയിക്കൽ വീട്ടിലെ പടിഞ്ഞാറെ അറയിൽ ഒളിച്ചിരിപ്പുണ്ട്. വീടിന്റെ പിന്നിൽ പുഴയുണ്ട്. അറയിൽ നിന്നും പുഴയിലേക്ക് ഒരു ഗുഹയിൽ തീർന്നിട്ടുണ്ട്. ഞങ്ങൾ വീടിന്റെ പൂ ആക്രമിക്കുമ്പോ അയാൾ ഗുഹയിലൂടെ പുഴയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ. അന്നേരം അവിടെയും ഞങ്ങൾ കാണും. അവിടെ വെച്ച് ഞങ്ങൾ അയാളെ കൊല്ലും, ഉറപ്പാ. മാർത്താണ്ഡവർമ്മ മാങ്കോയ്ക്കന്റെ അറയിൽ ഒളിച്ചിരിക്കും. അറയിൽ നിന്ന് പുഴയിലേക്കൊരു ഗുഹയുണ്ട്. അന്നേരം ഞങ്ങൾ അവിടെ കാണും. ഞങ്ങളും കാണും. നീ ഇനിയും വാക്ക് പാലിച്ചില്ലല്ലോ. എങ്ക മണക്കാട് മുക്കിലൊരു കൂടാരം കണ്ടേ, ഉനെ കൊണ്ടവനെ നാനങ്ക കണ്ടേനടി, കണ്ടും കാണാമൽ വந்தேனடி. എങ്ക മണക്കാട് മുക്കിലൊരു കൂടാരം കണ്ടേ, ഉനെ കൊണ്ടവനെ നാനങ്ക കണ്ടേനടി, കണ്ടും സ്വർണവും വെള്ളിയും എല്ലാം വിറ്റ് തീർന്നു. ഒന്നും ഇവിടെ ബാക്കിയിരിപ്പില്ല. ചാലയിലോ മണക്കാട്ട് മുക്കിലോ ചെന്നാ എന്റെ മക്കൾ അവിടെ കാണും. കയ്യിലുണ്ടെങ്കിൽ തരും. കണ്ടിട്ട് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ. ഇനി അതാണെങ്കിലും ഫാത്തിമ അകത്തുണ്ട്. ദീനം എന്താന്ന് പറഞ്ഞാ മതി. പണം എന്റെ തരണമെന്ന് മാത്രം. സുഭദ്ര, ബീറാൻ, ബീറാൻ ഖാൻ, അകത്തേക്ക് ചെല്ല്. എനിക്കറിയാം, എല്ലാം ഭ്രാന്തൻ എന്നോട് പറഞ്ഞു. എന്നെ സേനാപതിയാക്കിയ രാത്രി, ആ ശപിക്കപ്പെട്ട രാത്രി, എനിക്ക് ചതിക്കുഴി ഒരുക്കിയുടെ കൂട്ടത്തിൽ നീ ഉണ്ടെന്ന് വിശ്വസിച്ചു. ഞാൻ മരിച്ചു എന്ന് കരുതി അവരാക്രോശത്തോടെ മടങ്ങിയപ്പോ
മനസ്സിനും ശരീരത്തിനും നിറയെ മുറിവുകളുമായി ഒടുങ്ങാത്ത പകയുമായി ഞാൻ എന്നെ ഹക്കീം സാഹിബിനെ സമർപ്പിച്ചു. പിന്നങ്ങോട്ട് വ്യത്യസ്തമെങ്കിലും എല്ലാം പൊരുത്തപ്പെട്ടു. എല്ലാം തിരിച്ചറിഞ്ഞപ്പോ സാരമില്ല, ഇനി എന്റെ കാത്തിരിപ്പ് അവസാനിക്കുമല്ലോ. ഓരോ രാത്രിയിലും കുടമണി ഒച്ചയ്ക്കായി കാതോർത്ത് കിടന്നു. വരും രാത്രികളിൽ ഇനി അത് വേണ്ടല്ലോ. എന്തൊക്കെ കൊതിച്ചു. പേറ്റുന്നു പറയാൻ, പിറക്കുന്നത് പെൺകുഞ്ഞാവാൻ, നോക്കുമോളെ നിന്റെ അച്ഛൻ എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാൻ. വേണ്ട, മോഹങ്ങൾ എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല. ഒരു നോക്ക് കാണാതെയാണ് ഞാൻ മരിച്ചു പോയതെങ്കിൽ ഈശ്വരൻ എന്നോട് കരുണ കാട്ടി. മതി, ഇത് മാത്രം മതി. എന്റെ മകൾ ഇവിടെ തനിച്ചാകുമെന്നല്ലേ ഉള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ വ്യസനിപ്പിക്കുന്നത് പടച്ചോന് നിരക്കൂല. ഒരിടത്തും തങ്ങാത്ത ഞങ്ങളുടെ യാത്രയിലെ പുതിയ കാഴ്ചകൾ കണ്ട് ഫാത്തിമയെല്ലാം മറക്കും. പടച്ചോൻ അവൾക്ക് തുണയാവും. നിങ്ങളെ കുറിച്ച് എപ്പോഴും പറയും. കാണാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. വാപ്പ പറഞ്ഞത് കേട്ടില്ലേ, പൊയ്ക്കോളാൻ. എനിക്കൊരു സങ്കടമില്ല. ഒരാളെ ചൊല്ലി രണ്ടുപേർ കരയണ്ട. എന്റെ കണ്ണുനീർ എനിക്ക് ശീലമായി. തമ്പുരാനെ, എല്ലാം കഴിഞ്ഞു. ഇനി ആരും ബാക്കിയില്ല. അന്നത്തെ അങ്ങോട്ട് പോണ്ട. വേണ്ട, അയ്യോ വേണ്ട. എന്റെ ഈശ്വര.
അഗ്നിസാക്ഷിയായി നാം സത്യം ചെയ്ത് ആരും മറക്കണ്ട.